ഇന്നത്തെ വീഡിയോയിൽ വലിയ യാത്രകളോ വലിയ ആഘോഷങ്ങളോ ഒന്നും തന്നെയില്ല. ഞങ്ങളുടെ സാധാരണ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. ജോലി കഴിഞ്ഞ് മല്ലപ്പള്ളിയിൽ ഇറങ്ങി കപ്പയും മീനുമൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക്. അലക്സ എത്താനായിട്ട് ഇന്ന് 7 മണിയാകും. അപ്പോൾ ഞാനാണ് ഇന്ന് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ക്ഷീണം ഉണ്ടാകും. യാത്രയാണ് ക്ഷീണത്തിൻ്റെ പ്രധാന കാരണം കേട്ടോ. ചില ദിവസങ്ങളിൽ ഒരുപാട് സന്തോഷം, ചില ദിവസങ്ങളിൽ ടെൻഷൻ, ചില ദിവസങ്ങളിൽ ഒന്നും സംസാരിക്കാൻ പോലും തോന്നാത്ത അവസ്ഥ. പക്ഷെ എന്തായാലും ഇവിടേക്ക് തിരികെ എത്തുമ്പോൾ മനസ്സിൽ വലിയൊരു ആശ്വാസമാണ് കേട്ടോ. ഞാനും അവനും മാത്രം. തിരക്ക്, ഓട്ടപ്പാച്ചിൽ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരു ചായ തന്ന് സ്വീകരിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഓർക്കാത്ത നിമിഷങ്ങളില്ല. എങ്കിലും പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒരാളുള്ളപ്പോൾ അങ്ങനെയൊരു ചിന്തയുടെ ആവശ്യം തന്നെ ഇല്ലെന്നും തോന്നാറുണ്ട്. എന്താ അല്ലേ? ഇവിടെ ഞങ്ങളുടെ സന്തോഷം വലിയ കാര്യങ്ങളിലല്ല കേട്ടോ. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഞങ്ങൾ സന്തോഷം കണ്ടെത്താറുണ്ട്. കപ്പയും മീനും അലക്സിന് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് അലക്സ് വരുന്നതിന് മുമ്പ് സർപ്രൈസായിട്ട് കപ്പയും മീനും കൊടുക്കാമെന്ന് ഞാൻ കരുതുന്നു. സാധാരണ ഇങ്ങനെ ഞാൻ നേരത്തെ എത്തുന്ന ദിവസങ്ങളിൽ അലക്സിന് സർപ്രൈസ് കൊടുക്കാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വളരെ പ്രധാനമാണ് കേട്ടോ. നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എല്ലാം വളരെ ഈസി ആയി തോന്നും. വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായി ഇനി കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കണം. ഒറ്റയ്ക്കൊരു ചായ കൂടി അങ്ങനെ പതിവില്ല. വീട് വൃത്തിയാക്കുന്നത്, ചെടി വെക്കുന്നത്, ആഹാരം പാചകം ചെയ്യുന്നത്, ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഏതൊരു ജോലിയും എനിക്ക് അനായാസം ചെയ്യാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഞാനിനി കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ തലേന്ന് പായസം ഉണ്ടാക്കിയായിരുന്നു. വെറുതെ പായസം ഉണ്ടാക്കിയതാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ സ്വീറ്റ്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണുത്ത പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തണുത്ത പായസം കഴിക്കാൻ. എന്താ അല്ലേ? അപ്പോൾ തണുത്ത പായസമൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് ഫ്രീ ആയിട്ടിരിക്കാം. ടി വിയിൽ എൻ്റെ ക്ലാസ്സാണ് കേട്ടോ ഞാൻ കാണുന്നത്. മെയിനായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സാണ് കാണുന്നത്, വേറൊന്നുമല്ല. ഇങ്ങനെ ക്ലാസ്സുകൾ കാണുമ്പോഴാണ് കേട്ടോ ഞാനൊരു സ്വയം വിലയിരുത്തലുകൾ നടത്തുന്നത്. കാരണം എന്തെങ്കിലും തെറ്റ് വരുത്തിയോ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെയുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു വിശകലനം, ഒരു വിലയിരുത്തൽ നടത്തുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ പഞ്ചായത്ത് റോഡുകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത MC റോഡ്. MC റോഡ് നിർമ്മിച്ച ദിവാൻ രാജ കേശവദാസ്. അങ്ങനെയെങ്കിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത്? ഉത്തരം കമന്റ് ചെയ്യൂ. അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ട് പായസമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ മുറ്റമടിക്കാനാണ് ഇറങ്ങിയത്. മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കണം. കുറേ ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ചെടി ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, വളം ഞാൻ വാങ്ങിച്ചായിരുന്നു. ചെടിക്കൊക്കെ വളമിടണം. പിന്നെ കുറേ കപ്പ വെച്ചിട്ടുണ്ട്, ചീര നട്ടിട്ടുണ്ട്. ഇതിനെല്ലാം വളമിടണം, പുല്ല് പറിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ചെടി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പോയി ചായ ഇട്ട് വെച്ചിരുന്നു. അതിനിടയ്ക്ക് ഞാൻ കപ്പയും വേവിച്ചു, മീൻകറിയും വെച്ചു. അലക്സിന് ചെറിയൊരു സർപ്രൈസ്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സർപ്രൈസുകൾ. അപ്പോൾ എൻ്റെ അലക്സ് എത്തി. എനിക്ക് ദൂരേന്ന് കേൾക്കാം കേട്ടോ ബൈക്കിൻ്റെ ശബ്ദം. അങ്ങനെ ഞാൻ പോയി ചായ എടുത്തു. ഇനി ചായ കുടിക്കും. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.